തിരുവനന്തപുരം നേമം സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM പ്രാദേശിക നേതാവും മുൻ ബാങ്ക് പ്രസിഡന്റുമായ ആർ പ്രദീപ് കുമാറിനെ ED ഇന്ന് ചോദ്യം ചെയ്യും. ഇന്ന് രാവിലെ കൊച്ചിയിൽ ED ഓഫീസിൽ ഹാജരാകാൻ അദ്ദേഹത്തിന് നിർദ്ദേശം കിട്ടി. മുൻ ഭരണസമിതി അംഗങ്ങളെയും ഉടൻ ചോദ്യം ചെയ്യുമെന്ന വിവരം വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിപിൻ. ഗുഡ് മോർണിംഗ് SKN. നേമം സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ ED പിടിമുറുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയം കൂടി ആവുകയാണ്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഏകദേശം 15 വർഷത്തോളം ഈ ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന ആർ പ്രദീപ് കുമാറിനെ ED ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഇന്ന് കൊച്ചി EDയുടെ ആസ്ഥാനത്തേക്ക് എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ഭരണസമിതി അംഗങ്ങളെയും ഉടൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ഈ നേമം സർവീസ് സഹകരണ ബാങ്കിൽ ഏകദേശം 100 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് EDയുടെ ഒരു കണ്ടെത്തൽ. ഒരു 4 മാസം മുൻപ് ഈ അവിടുത്തെ ഭരണസമിതി അംഗങ്ങളുടെ ഉൾപ്പെടെ വീടുകളിൽ EDയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. അവിടെ നിന്നും രേഖകൾ ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതിന്റെയൊക്കെ പരിശോധന നടന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ അവിടെ പ്രസിഡന്റ് ആയിരുന്ന ആള് പ്രദീപ് കുമാറിനോട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. CPMന്റെ ഭരണസമിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ നേമത്തെ മുൻ ഏരിയ സെക്രട്ടറി കൂടിയാണ് ഈ പ്രദീപ് കുമാറിനെയാണ് ഇപ്പോൾ ED ചോദ്യം ചെയ്യാൻ പോകുന്നത്. അവിടെ വ്യാജരേഖ ചമയ്ക്കൽ, ഒപ്പം തന്നെ അനുവദനീയമായതിന് കൂടുതൽ അളവിൽ ആളുകൾക്ക് വായ്പ കൊടുക്കൽ ഉൾപ്പെടെ അഴിമതി ഉൾപ്പെടെയുള്ള വലിയ തട്ടിപ്പ് നടന്നു എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. പക്ഷേ അതിനുശേഷം ഈ ഭരണസമിതി പിരിച്ചുവിട്ടു. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമായിരുന്നു. മറ്റ് നടപടികളൊന്നും ഉണ്ടാകാതെ, അല്ലെങ്കിൽ ഈ വായ്പ നഷ്ടപ്പെട്ടവർക്ക്, ഈ പണം നഷ്ടപ്പെട്ടവർക്ക് ഒരു നടപടിയും ഉണ്ടാകാത്ത ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ആദ്യം കേരള പോലീസ് അന്വേഷിക്കുന്നു. അതിനുശേഷം ക്രൈംബ്രാഞ്ച് വരുന്നു. ഈ ക്രൈംബ്രാഞ്ചിന് ശേഷമാണ് EDയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. അതിൽ ഒരു 4 മാസം മുൻപ് ഈ പരിശോധന നടത്തിയതിനു ശേഷം വലിയ ചലനങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ അതിൽ പ്രതികളായിട്ടുള്ള ഓരോ ആളുകളെയും ED ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും മറ്റ് നടപടികളിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. അത് ഈ ഒരു സന്ദർഭം കൂടി വളരെ ഗൗരവം അറിയിക്കുന്നതാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.